ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം പി എസ് സിയിലേക്ക് സ്വാഗതം. LDC എക്സാമിൻ്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ജൂലൈയിൽ തുടങ്ങുന്ന എക്സാമിന് ഇനി ഒരു ഏകദേശം 2 മാസത്തോളം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഇതുവരെയായിട്ടും LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അതായത് ഇനി LDC എന്താണെന്ന് പോലും അറിയാതെ ഇനി LDCക്ക് വേണ്ടി പുതിയതായിട്ട് ഇനി 2 മാസം കൊണ്ട് പഠിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും 2 മാസം കൊണ്ടൊന്നും പഠിച്ചെടുത്ത് നേടാൻ പറ്റുന്ന ഒന്നല്ല LDC എന്ന് പറയുന്നത്. കാരണം അതിന് സിലബസ് തന്നെ ഒരു കടൽ പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഇതുവരെ കുറച്ച് നാൾ കൊണ്ട് LDCക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു ബേസൊക്കെ ഉള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഈ 2 മാസം ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന ഒന്നാണ് LDC. ഇനി നമ്മൾ എത്ര പഠിച്ച് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുകയും അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പിറകിലേക്കായി പോവുകയും ചെയ്യും. അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും അതുപോലെ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സാം ഹാളിൽ നേരത്തെ എത്തുക എന്നുള്ളതാണ്. അതായത് ആ സ്കൂളിൽ നേരത്തെ എത്തണം. മിനിമം അരമണിക്കൂർ മുൻപെങ്കിലും നമ്മൾ എക്സാം എഴുതുന്ന സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ആ സ്കൂളുമായിട്ടും ആ അന്തരീക്ഷമായിട്ടൊക്കെ ഒരു പരിചയം, നമ്മുടെ മനസ്സിനൊരു പരിചയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എത്തണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ ലേറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ വെപ്രാളപ്പെട്ട് ഓടിക്കതച്ച് ഹാളിലേക്ക് കയറി ചെന്നിട്ട് പെട്ടെന്നിരുന്ന് ധൃതി പിടിച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ നമ്മുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകാനും അത് നമ്മുടെ എക്സാമിനെ മോശമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സാം ഹാളിൽ മാക്സിമം നേരത്തെ എത്തുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ചില സ്കൂളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ എക്സാം ഹാളിൽ കയറി ഇരിക്കാനായിട്ട് സൗകര്യം ചെയ്തു തരാറുണ്ട്. ചില സ്കൂളുകാർ 5 മിനിറ്റോ 10 മിനിറ്റോ മുൻപ് മാത്രമേ കയറ്റിയിരുത്തത്തുള്ളൂ. എന്ത് തന്നെ ആയാലും നമ്മൾക്ക് നമ്മൾ ഇരിക്കുന്ന ആ സീറ്റിൽ ചെന്ന് നേരത്തെ ഒന്ന് കണ്ടുപിടിച്ച് അവിടെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലാസ് റൂമുമായിട്ടും ആ ഒരു അന്തരീക്ഷമായിട്ടും നമ്മുടെ മനസ്സിനൊരു പരിചയം വരാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം ഹാളിൽ നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ നേരത്തെ ചെന്നു, അതിനുശേഷം നമ്മളെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും റാങ്ക് ഫയലോ നോട്ട്സോ ഒക്കെ എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന ആൾ റാങ്ക് ഫയൽ എടുത്ത് വായിക്കുന്ന കാണുമ്പം അവരുടെ കൂടെ ചെന്നിരുന്നിട്ട് അവർ പഠിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പോയിന്റുകളും മേഖലകളിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ചതിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പുതിയതായിട്ടൊന്നും പഠിക്കാത്തതാണ് നല്ലത്. അതിന് പകരം എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാത്സിൻ്റെ ഇക്വേഷൻസ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ടിപ്സുകൾ, ഈ സംഭവങ്ങളൊക്കെ ഒരു വലിയ പേപ്പറിൽ ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുന്നതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മാത്സിൻ്റെ ഇക്വേഷൻസ് നോക്കാം, ഇംഗ്ലീഷിൻ്റെ ടിപ്സ് നോക്കാം, അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അവാർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകളുണ്ടല്ലോ, ഓസ്കാർ, അങ്ങനെയുള്ള അവാർഡുകൾ. പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവൻറ്റ്സ്, ഇപ്പം വേൾഡ് കപ്പിൻ്റെ വേദി അല്ലെങ്കിൽ അതിന് മാൻ ഓഫ് ദ മാച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ISROയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള കറണ്ട് അഫെയർസ്, അതായത് തീർച്ചയായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നമുക്ക് ഈ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ പുതിയതായിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് നമുക്ക് OMR ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ബബിൾ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കാര്യം. കാരണം രജിസ്റ്റർ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബബിൾ ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളിനി എക്സാം എത്ര നന്നായിട്ട് എഴുതിയാലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പോലും വരാതെ പോകും. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ നമ്പറൊക്കെ ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടാണോ എന്ന് ഒരു 2-3 വട്ടം നോക്കിയതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. അതുപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം ഉണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ആ ക്ലാസ് റൂമിന് ചുറ്റും ഒന്ന് നോക്കാം.
അവിടെ എന്തെങ്കിലും ക്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലോക്ക് എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ സമയം നോക്കാൻ മാത്രമല്ല, നമുക്ക് ക്ലോക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ വരച്ച് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ആ ക്ലോക്കിൽ നോക്കിയിട്ട് അതിൻ്റെ ആംഗിളൊക്കെ നോക്കിയിട്ട് ചെയ്യാമല്ലോ. അപ്പം അതുപോലെ വേറെ ചാർട്ടുകളൊക്കെ ഈ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ ചാർട്ടുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു മാർക്ക് കിട്ടുമല്ലോ. ജസ്റ്റ് ചാർട്ടുകൾ നോക്കാം. അതുപോലെ ഈ ക്ലാസ് റൂമിലൊന്ന് ചുറ്റും ഒന്ന് കണ്ണടച്ച് നോക്കുക. നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പം ചില ആൾക്കാർക്കുണ്ട് ഈ ചോദ്യപേപ്പർ ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ ഇടയിലൂടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നോക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇതിനൊരു നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. നല്ല വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെൻഷനൊക്കെ കുറവുള്ള ആളുകൾക്കാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻഷൻ കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒളിഞ്ഞു നോക്കാത്തതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം അങ്ങനെ കിടക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് അയ്യോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ആ ഒരു പരീക്ഷയിൽ ഫുൾ അത് ബാധിക്കും. അപ്പം ദയവ് ചെയ്ത് ടെൻഷൻ കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒളിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാരൊക്കെ മാത്സ് ഒക്കെ പോയിട്ട് ആദ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറച്ച് സമയം എടുക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പം ബാക്കിയുള്ള GK കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോകാനായിട്ട് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ആദ്യം മുതൽ തന്നെ 1, 2 തന്നെ ക്വസ്റ്റ്യൻസ് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. അതായത് നമ്മൾ ചോദ്യവും ഓപ്ഷനും 2 തവണ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകണ്ടാത്തതുമായ ഒരു പോയിൻ്റാണ് ഈ പറയുന്നത്. ചോദ്യവും ഓപ്ഷനും നമ്മൾ 2 തവണ വായിച്ചിരിക്കണം. ഇങ്ങനെ 2 തവണ വായിക്കുമ്പോൾ അവർ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരു വട്ടം മാത്രം വായിച്ചു പോയിട്ട് ചെയ്യുമ്പോഴത്തേനും PSC ഉദ്ദേശിച്ചതായിരിക്കില്ല നമ്മൾ കറുപ്പിച്ച് വയ്ക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് എന്നൊരു ചോദ്യം വരുവാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ A എന്ന് പറയുന്നത് രാമകൃഷ്ണപിള്ളയായിരിക്കും. സ്വദേശാഭിമാനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന പേര് K രാമകൃഷ്ണപിള്ള എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ PSC ഓപ്ഷൻ Aയിൽ കൊടുക്കുന്നതും രാമകൃഷ്ണപിള്ള തന്നെയായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ വായിച്ചു പോകുമ്പോൾ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള ആ ഒരു ആഹ്ലാദത്തിൽ നമ്മൾ പോയിട്ട് A കറുപ്പിച്ച് വെക്കും. വീട്ടിൽ വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴായിരിക്കും സ്ഥാപകൻ ആര്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ Dയിലായിരിക്കും കിടക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള ആൻസർ ഓപ്ഷൻ Dയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദ്യം 2 തവണ വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ചോദ്യം മാത്രമല്ല, ഓപ്ഷനും 2 തവണ എല്ലാ ഓപ്ഷനും വായിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു ഓപ്ഷൻ മാത്രം വായിച്ചിട്ട് കറുപ്പിക്കാൻ പോകരുത്. 4 ഓപ്ഷനും വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ചോദ്യവും 2 തവണ വായിക്കണം, ഓപ്ഷനും എല്ലാം വായിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അടുത്തതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത്, PSC എക്സാം എഴുതുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധ കൈവിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ റാങ്ക് മുഴുവനും പോകുന്നതായിരിക്കും. അതായത് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ ചോദ്യം വായിക്കുന്ന സമയത്തും ഓപ്ഷൻ വായിക്കുന്ന സമയത്തും നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് ശ്രദ്ധ വേണ്ടതാണ് ബബിൾ ചെയ്യുന്ന സമയത്ത്. അതായത് ആൻസർ ഷീറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ ബബിൾ മാത്രമല്ല, ഇവിടെ നമ്മൾ ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്തും നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മൾ ബബിൾ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്, കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഇപ്പം ഉദാഹരണത്തിന് 45ാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ B ആണ്, ഓപ്ഷൻ B ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറുപ്പിക്കുമ്പോൾ 45ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓപ്ഷൻ B തന്നെയാണ് നമ്മൾ കറുപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അത്രയും ശ്രദ്ധ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് എപ്പോഴാണ് തെറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഉദാഹരണത്തിന് 50ാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് അറിയില്ല, അപ്പോൾ ഞാനത് വിട്ട് കഴിഞ്ഞിട്ട് 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയാം. 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറുപ്പിക്കുമ്പോൾ ചിലപ്പോൾ
ശ്രദ്ധയില്ലെന്നുണ്ടെങ്കിൽ കറുപ്പിച്ച് വെക്കുന്നത് 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലായിരിക്കും കൊണ്ട് കറുപ്പിച്ച് വെക്കുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴായിരിക്കും അയ്യോ അപ്പോഴത്തേക്കും മൊത്തം മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അത്രയും മാർക്കും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 1-2 വട്ടം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നൊരു കാര്യം ഒരു PSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ഒരു 3:15 ആകുമ്പോഴത്തേനും എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അതുവരെ അവർ വളരെ നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതി കൃത്യമായിട്ടായിരിക്കും ചെയ്തു പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നേരത്തെ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയത് പറയാം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വിട്ട് കളയുമല്ലോ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വിട്ട ക്വസ്റ്റ്യൻ്റെ ആ ചോദ്യ നമ്പറിൻ്റെ അവിടെ ഒന്ന് റൗണ്ട് അടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ആ നമ്മൾ ഈ 3:15 എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് കളഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അപ്പം വായിച്ചപ്പം ആൻസർ അറിയായിരുന്നു പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടാതിരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വിട്ട് കളഞ്ഞ ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ സമയത്ത് ഒന്നുകൂടെ വായിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അത് നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വിട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് അറിയാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്പറിനൊന്ന് വട്ടമിടാനായിട്ട് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾക്ക് തീരെ അറിയാത്തത്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഒട്ടും അറിയാതെ വിട്ട് കളഞ്ഞ ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. നിങ്ങളിപ്പോൾ 50 ക്വസ്റ്റ്യൻ എഴുതിയുള്ളൂ അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയ ബബിൾസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ പോയി അറിയാത്തതും കൂടെ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വീഴും. തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ടായിരുന്ന റാങ്ക് കൂടി പോയി കിട്ടും. അതുകൊണ്ട് ഒട്ടും അറിയാതെ നമ്മൾ വിട്ട കാര്യങ്ങളെ വിട്ടു തന്നെ കളയുക. നമുക്ക് കുറച്ചെങ്കിലും അറിയാവുന്നതും കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കൊക്കെ വഴി നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ചിലപ്പോൾ ഒരു വിട്ട ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ പിന്നീട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വിട്ട് കളഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അല്ലാതെ ഒട്ടും അറിയാത്ത ചോദ്യങ്ങളെ ഈ 3:15 ശേഷം നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം അതൊരു കാര്യം. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊരു കാര്യം, മാത്സിലൊക്കെ നമ്മൾ 2 വട്ടം ചെയ്തിട്ട് ആ സമയത്ത് കിട്ടാതിരുന്ന് വിട്ട് കളഞ്ഞ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. 2, 3, 4 വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക, കാരണം അതിന് ആൻസർ ഉണ്ടാവില്ല. അപ്പം മാത്സ് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് അന്നേരം കിട്ടാതിരുന്നതും കൺഫ്യൂഷനായിട്ട് കുറച്ച് അറിയായിരുന്നു കൺഫ്യൂഷനായിട്ട് വിട്ടതും പിന്നെ എലിമിനേഷൻ ടെക്നിക്ക് വഴി ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ചെയ്യാം, അറിയാത്തത് ചെയ്യരുത്. അതുപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇപ്പോൾ ചില ആളുകളൊക്കെ വായിച്ച് നോക്കിയിട്ട് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും, അല്ലെങ്കിൽ വായിച്ച് നോക്കുമ്പോൾ യോജിച്ചിങ്ങനെ വായിച്ച് പോകുമ്പോൾ ആ രസമാണിത്, ഇതായിരിക്കും എൻ്റെ ആൻസർ എന്ന് വിചാരിച്ചിട്ട് കറുപ്പിക്കാൻ നിൽക്കും. അങ്ങനെ ചെയ്യരുത്. ഇംഗ്ലീഷൊക്കെ നമുക്ക് അറിയുന്നത് മാത്രം ചെയ്താൽ മതി. അതാണ് 3:15 ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ എല്ലാം ബബിൾ ചെയ്തിട്ട് ഉള്ള മാർക്ക് കൂടി കളയാനായിട്ട് നിൽക്കരുത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി തീർന്നിട്ട് OMR ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കീറുന്ന സമയത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറയും ടെൻഷൻ പിന്നെ ഇല്ലാതിരിക്കുമോ എന്ന് പറയും. ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ എഫേർട്ടിനെ മറികടക്കുന്നതാവരുത്. പകരം നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾ ഈ ടെൻഷനെ മറികടക്കുകയാണ് വേണ്ടത്. അല്ലാതെ ടെൻഷൻ നമ്മളെ ഭരിക്കാനായിട്ട് നിങ്ങൾ ഇടം കൊടുക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ആ എക്സാമിന് ഫുള്ള് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയെ ടെൻഷൻ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് എക്സാം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ചിലപ്പം കുറച്ച് ടഫുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫുള്ള് ആ ടെൻഷനായിരിക്കും. പരീക്ഷ കൈവിട്ട് പോയി എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്നാൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എക്സാം കുറച്ച് ടഫാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ കട്ട് ഓഫ് കുറയും. കട്ട് ഓഫ് കുറയ്ക്കുമ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും നാൾ നന്നായി പഠിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ എക്സാമിൽ കാഴ്ചവെക്കാൻ സാധിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ ഈ എക്സാം ടഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താനും പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും. ഇനി എക്സാം ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പം എക്സാം എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ എഴുതണം, സമയമെടുത്ത് ശ്രദ്ധിച്ചെഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും പെട്ടെന്ന് കറുപ്പിച്ച് മൊത്തം തെറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും ഫുള്ള് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ടെൻഷൻ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
നമ്മുടെ എഫേർട്ടിനെ ടെൻഷൻ മറികടക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ നിങ്ങളുടെ സ്വന്തം കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഫയലുകൾ നോക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടുന്നാണെന്നറിയില്ല ഒരു ഊർജ്ജം നിങ്ങളിൽ വന്ന് നിറയും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ എത്ര നാളാണ് ഈ എക്സാമും കളഞ്ഞ് ഇനി അടുത്ത ഒരു LDCയുടെ ലിസ്റ്റ്, ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ 3 വർഷം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം നമ്മൾ ടെൻഷന് വിട്ടുകൊടുത്ത്, നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സിന് വിട്ടുകൊടുത്ത് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് വീണ്ടും പോകാനായിട്ട് ഇടയാവരുത്. നിങ്ങൾക്കൊരു SSLC പാസ്സായ സമയത്തോ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായ സമയത്തോ +2 പാസ്സായ സമയത്തോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിലും ഇരട്ടി ഒരു സന്തോഷമാണ് PSCയുടെ ഒരു അഡ്വൈസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിംഗ് എന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത്രയും നാളത്തെ നിങ്ങളുടെ അധ്വാനം, ഇത്രയും നാളത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾ ടെൻഷൻ എന്ന് പറയുന്ന വില്ലനെ ഓടിച്ചു കളയുക. അതിന് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു ചിത്രം തെളിയിച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നേടാനായിട്ട് സാധിക്കും. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റൊരാൾ മോട്ടിവേറ്റ് എത്ര ചെയ്യുന്നു പറഞ്ഞാലും അതിൽ കാര്യമില്ല. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി വെറും 2 മാസം മാത്രമേ ഉള്ളൂ. ഈ ചില ആളുകൾക്ക് 3 മാസം കിട്ടുമായിരിക്കും. ആ ഒരു സമയം നിങ്ങൾ ഫലപ്രദമായിട്ട് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഫലപ്രദമായിട്ടൊന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടെൻഷനെ നിങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സുന്ദര സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്